അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നുണ്ടല്ലോ നമുക്ക് ചോറിൻ്റെ കൂടെ പൊറോട്ട പത്തിരി എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടിട്ടുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് സവാള, അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കൂല, അതുപോലെ ഒന്ന് പൊരിച്ച് മാറ്റി വെക്കാം. പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈരും കുറച്ച് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുള്ളതും പിന്നെ നമ്മുടെ പൊരിച്ച ഒരു ഉള്ളിയിൽ നിന്ന് പകുതി എടുത്താൽ മതി കേട്ടോ. പകുതി ഉള്ളിയും എടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ എടുക്കാം. പിന്നെ ഒരു അരമുറിയുടെ നാരങ്ങ പിഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നീരും കൂടെ. പിന്നെ എല്ലാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് മാറ്റി വെക്കണം. ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഞാനൊരു 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകമാണ്, പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് കേട്ടോ, നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നന്നായിട്ട് പൊട്ടി ഇങ്ങനെ വരുമ്പോൾ നമുക്കിതാ നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് കണ്ടില്ലേ, മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം, ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കണേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾ പാനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്ര അടിയിൽ പിടിക്കുകയൊന്നുമില്ല, എങ്കിൽ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് അടച്ചിട്ട് ഒന്ന് ഇതാക്കി വെക്കാം. ഇപ്പം തന്നെ കണ്ടില്ലേ, നമുക്ക് ആ ഒരു ചിക്കനിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇതാക്കാൻ. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളമാണെങ്കിലും നമ്മുടെ ആ ഒരു ഉള്ളി, വറുത്ത ഉള്ളി ആവുകൊണ്ട് കണ്ടില്ലേ നല്ല കൊഴുപ്പുള്ള വെള്ളമായിരിക്കും കേട്ടോ. കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഇതായിരിക്കും ഇതിൽ നിന്ന് ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാനൊരു 8 മിനിറ്റോളം ആക്കിയിട്ടാണ് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ വേവുമ്പോൾ തന്നെ ഓഫാക്കിയിട്ട് കുറച്ച് ഗ്രേവി എടുക്കുക വെക്കാം. ഞാൻ ചിക്കന് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിടിച്ചാലിങ്ങനെ ഇതായി പോകുന്ന അത്രയും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു വേവിനൊക്കെ അനുസരിച്ച് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു വറുത്ത ആ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിട്ട് ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. പിന്നെ ഉണ്ടല്ലോ കുറച്ച് സമയം മതി കേട്ടോ. നമുക്കിത് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം. അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.